എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ AMCS FNCK PNC MAC തുടങ്ങിയ മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശന നടപടികൾ ജൂൺ മാസം മുതൽ ആരംഭിച്ചേക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏകജാല സംവിധാനം വഴിയുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തീരുമാനം ഇന്ന് ഉണ്ടായേക്കും. അപ്പോൾ ഇന്ന് തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ജൂൺ മാസം ആദ്യ വാരത്തോടെ മാത്രമാണ്, അതായത് ആദ്യ ആഴ്ചയോടെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള ഈ ഒരു ഓൺലൈനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിങ്ങൾക്ക് നിലവിൽ LBS, അതുപോലെ തന്നെ CPAS, അതുപോലെ SPMA, അതുപോലെ തന്നെ ഈ ഒരു AMCS FNCK PNC MAC എന്നിങ്ങനെയുള്ള വെബ്സൈറ്റുകൾ വഴിയൊക്കെ അപേക്ഷിക്കാം. ഗവൺമെൻറ് കോളേജിലേക്ക് നിങ്ങൾക്ക് നിലവിൽ അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുമുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ LBS നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ജൂൺ 12-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റും, അതുപോലെ തന്നെ ഈ ഒരു ജൂൺ 15-ാം തീയതി വരെയാണ്, അതായത് ജൂൺ 12-ാം തീയതി വരെ ഫീ പേയ്മെൻറ്റ്, ജൂൺ 15-ാം തീയതി വരെ ആ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സുമാണ് വിദ്യാർത്ഥികൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ CPASൻ്റെ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ cpasadmission.com എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു CPASലേക്കുള്ള BPharm, അതുപോലെ തന്നെ BSc മെഡിക്കൽ മൈക്രോബയോളജി, അതുപോലെ തന്നെ MLT, BPT, അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഒരു അപേക്ഷ നൽകിയാൽ മതിയാകും. അപ്പോൾ അപേക്ഷ നൽകിയ ശേഷം നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക്, അതായത് CPASലോട്ട് അയക്കണം എന്നുള്ള കാര്യം നിങ്ങളോട് അക്ഷയയിൽ നിന്ന് ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു AMCS FNCK എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സെൽഫ് ഫിനാൻസ് നഴ്സിംഗ് കോളേജുകളുടെ ഒരു അസോസിയേഷനാണ് AMCS FNCK. PNC MAC എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് അസോസിയേഷൻ്റെ ഒരു അതായത് അസോസിയേഷനാണ്. അപ്പോൾ ഈ ഒരു AMCS FNCK PNC MAC എന്നിങ്ങനെയുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഇൻഡെക്സ് മാർക്കാണ് ഉള്ളതെങ്കിൽ പോലും നിങ്ങൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഗവൺമെൻറ് നിഷ്കർഷിച്ചിട്ടുള്ള ഫീസാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷം 1,11,000 രൂപയാണ് ആദ്യ വർഷം ഫീസായിട്ട് വരിക. അതിൽ 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റും അതുപോലെ 1,000 രൂപ അഡ്മിഷൻ ഫീസിനത്തിലുമാണ് വരിക. ആ ഒരു ഫീസ് വെച്ചുള്ള ബാക്കി ഫീസ് മാത്രമാണ് പിന്നീട് അടുത്ത 2-ാം വർഷം മുതൽ ഉണ്ടാവുക. അതായത് 1,00,000 സംതിങ് രൂപ മാത്രമാണ്, അതായത് 1,02,000 സംതിങ് രൂപയാണ് ഈ ഒരു 2-ാം വർഷം മുതൽ നിങ്ങൾക്ക് വരുന്ന ഫീസ്. ട്യൂഷൻ ഫീസ് എപ്പോഴും സെയിം ഫീസ് തന്നെയായിട്ടാണ് വരിക, അതായത് ഏകദേശം 83,000 സംതിങ് ഫീസാണ് ആ ഒരു ഫീസ് ഇനത്തിൽ വരുന്നത്. അതെല്ലാ വർഷവും സെയിം ആണ്. സ്പെഷ്യൽ ഫീ ഇനത്തിൽ മാത്രമാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക്, അതായത് 1,00,000 രൂപ നിങ്ങൾക്ക് മിനിമം ഒരു വർഷം ആവശ്യമായിട്ട് വരുന്നതാണ്. ഇതിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ ഹോസ്റ്റൽ ഫീസ്, അതുപോലെ ബുക്ക്, യൂണിഫോം എന്നിങ്ങനെയുള്ള ഫീസുകളൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു, അതായത് കുറഞ്ഞ ചെലവിൽ BSc നഴ്സിംഗ് കോഴ്സ് നിങ്ങൾക്ക്, അതായത് ഗവൺമെൻറ് LBS വഴി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന അതേ ഫീസിൽ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജുകളിലും പഠിക്കുന്നതിനായിട്ടുള്ള അവസരമാണ് AMCS FNCK PNC MAC എന്നിവ വഴി നിങ്ങൾക്ക് ലഭിക്കുക. ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ 50 സീറ്റ് ഉണ്ടെങ്കിൽ, അതായത് ഒരു 50 അല്ല 100 സീറ്റ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിൽ 50 സീറ്റ് LBS വഴി ആണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. ബാക്കി 50 സീറ്റ് അതത് സെൽഫ് ഫിനാൻസ് കോളേജുകളുടെ അസോസിയേഷനുകളാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് CPASൻ്റെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് CPAS ഇപ്പോൾ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു CPASലേക്ക് നിങ്ങൾക്ക് LBS വഴിയും അലോട്ട്മെൻറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടുവഴിയും അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഈ ഒരു LBS വഴി കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു CPAS വഴിയും അല്ലെങ്കിൽ AMCS FNCK PNC MAC വഴിയുള്ള അലോട്ട്മെൻറ്റുകൾക്കായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. ഒരു വർഷം നിങ്ങൾക്ക് ഈ ഒരു ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 1,10,000 രൂപയും, അതുപോലെ തന്നെ നിങ്ങൾ SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് CPASൽ നിങ്ങൾക്ക് ആ ഒരു ആനുകൂല്യമുണ്ട്. അതുപോലെ തന്നെ LBS വഴിയും നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യമുണ്ട്. എന്നാൽ നിങ്ങൾക്ക് AMCS FNCK PNC MAC വഴിയോ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള ഫീസ് ആനുകൂല്യം ഉണ്ടാകുന്നതല്ല. നിങ്ങൾക്ക് ജസ്റ്റ്, അതായത് ഈ ഒരു ഫീസ് വരുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ആനുകൂല്യം എന്ന് പറയുന്നത് 1,000 രൂപ അഡ്മിഷൻ ഫീസും 10,000 രൂപ കോഷൻ ഡെപ്പോസിറ്റും, ടോട്ടൽ നിങ്ങൾക്ക് ആകെ വരുന്നത് 11,000-12,000 രൂപ മാത്രമാണ് ആകെ ഫീസ്, അതായത് 4 വർഷത്തേക്ക് വരുന്നത്. ബാക്കി പൈസ ഗ്രാൻറ്റ് ിലൂടെയാണ് അടക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SC ST OEC കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ തന്നെ മെറിറ്റ് സീറ്റിലാണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ CPAS വഴി cpasadmission.com വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ റിസർവ് ചെയ്തിട്ടുള്ള സീറ്റിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ, അത് മെറിറ്റ് സീറ്റിലേക്കാണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു കുറഞ്ഞ ഫീസ് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ട്
വരികയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു AIMS FNCK PNC MAC എന്നിങ്ങനെയുള്ള അസോസിയേഷനുകൾ വഴിയുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ മാസം ആദ്യ വാരത്തോടെ തന്നെ നൽകാവുന്നതാണ്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളെ അവർ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ നെയിമും മൊബൈൽ നമ്പറും ഇമെയിൽ ID അതുപോലെ നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത് ആ ഒരു കോഴ്സ് എന്നിവ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അവർ അയച്ചു തരും, അല്ലെങ്കിൽ ഇമെയിലായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.